നമസ്കാരം. എന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട റെഫറൻസ് വാദം കേൾക്കെ ജസ്റ്റിസ് വി നാഗരാജ ചോദിക്കുന്നു, ബിന്ദു അമ്മിണി വിശ്വാസിയാണോ എന്ന്. സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് വി നാഗരാജ ചോദിക്കുന്നതാണ്, ബിന്ദു അമ്മിണി വിശ്വാസിയാണോ, ഈസ് ഷി എ ബോണഫൈഡ് ഡിവോട്ടി എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ബിന്ദു അമ്മിണിക്ക് ആൾക്കൂട്ട ആക്രമണം, മോബ് ലിഞ്ചിങ് അനുഭവിക്കേണ്ടി വന്നു. ശബരിമല യുവതീ പ്രവേശന വിധിയുടെ ഭാഗമായി അവർ ശബരിമലയിൽ പ്രവേശിച്ചപ്പോൾ അവർക്ക് മോബ് ലിഞ്ചിങ് അനുഭവിക്കേണ്ടി വന്നു എന്നവരുടെ അഡ്വക്കേറ്റ് ഇന്ദിര വാദിച്ചപ്പോൾ ജസ്റ്റിസ് വി നാഗരാജ ചോദിച്ച ചോദ്യമാണ്, അവർ വിശ്വാസിയാണോ എന്ന്. ശബരിമലയിൽ യുവതീ പ്രവേശനമാവാം എന്ന് വിധിച്ചതും സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കനകദുർഗയും ബിന്ദു അമ്മിണിയും ഭരണകൂടത്തിൻ്റെ സംരക്ഷണത്തോടുകൂടി ശബരിമല ദർശനം നടത്തിയത്. എന്നാൽ സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, യുവതീ പ്രവേശനമാവാം എന്നുള്ളത്. ഇപ്പോൾ കോടതി ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അചഞ്ചലമായ വിശ്വാസിയാണോ എന്ന് കോടതിക്കൊരു ഹെസിറ്റേഷൻ വന്നിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ഹെസിറ്റേഷൻ കോടതിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ കോടതി അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ കയറാമെന്നുള്ള വിധി പിന്നെ എന്തുകൊണ്ട് കോടതി അങ്ങനെ ചോദ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള ഒരു സംഗതി. ജസ്റ്റിസ് വി നാഗരാജ അടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരമൊരു ചോദ്യം ചോദിച്ച് നമ്മളെയൊക്കെ ഇംബാരസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഒരാൾക്ക് ഒരാളുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും ആചാരങ്ങൾ പാലിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അത് കോടതിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ആർട്ടിക്കിൾ 14 പ്രകാരം തന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നുമുണ്ട്. രണ്ടും തന്നെ ഉറപ്പു തരുന്നത് ഭരണഘടന തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം കീറി മുറിച്ച് കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് അന്നത്തെ വിധി പാസ്സാക്കിയത്. മതം ആചാരങ്ങൾ, അമ്പലങ്ങളിലെ ആചാരങ്ങൾ അതിൻ്റെ വഴിക്കാണ് നടക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോയിട്ട് അവിടെ ശരിക്ക് എല്ലാ നിയമത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും ഒന്നാണ്, ഒരേ അവകാശിക്കും പുരുഷനും ഒരേ അവകാശമുണ്ട്, നിയമത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും സമന്മാരാണ് അല്ലെങ്കിൽ തുല്യരാണ് എന്ന രീതിയിൽ പള്ളിയിലെ എന്നതനുസരിച്ച് പള്ളിയിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊന്നും ആരും തന്നെ കൈകടത്തിയിട്ടില്ല. അമേരിക്കയിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾ സർവീസ് നടത്തുന്നുണ്ട്. കാത്തലിക് ചർച്ചിലൊക്കെ സ്ത്രീകൾ ബിഷപ്പായിട്ടുണ്ട്. അവിടെ ഒരു നവീകരണം വന്നിട്ടുണ്ട്. മതത്തിലാവട്ടെ രാഷ്ട്രീയത്തിലാവട്ടെ സമസ്ത മേഖലകളും നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമ്മളതിൽ കൈ കടത്താറില്ല. പക്ഷേ നിർത്തലാക്കേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു തൂക്കമുണ്ടല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ ഒരു അത്തരം കൊടുങ്ങല്ലൂരെ കോഴിക്കല്ല് മൂടലൊക്കെ നമ്മൾ നിയമം വഴി നിർത്തലാക്കിയിട്ടുള്ളത് തന്നെയാണ്. സാക്രിഫൈസസ്, എനിമൽ സാക്രിഫൈസ്, ഹ്യൂമൻ സാക്രിഫൈസ് ഒക്കെ എന്ത് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പേരിലാണെങ്കിലും അതൊക്കെ നിർത്തലാക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അവിടെ ശബരിമലയിൽ യുവതികൾക്ക് കയറാൻ പാടില്ല എന്നൊരു ചിട്ടാണ്. വേറൊരു ദോഷമൊന്നുമില്ല അതിൻ്റെ. അവിടുത്തെ ഒരു ഹ്യൂമൻ സാക്രിഫൈസ് ഇല്ല, അതേപോലെ തന്നെ ഒരു അൺടച്ചബിലിറ്റി ഇല്ല, റിലീജിയസ് ഹാർമണിയുള്ളൊരു ടെമ്പിളാണ്. അവിടെ ചില നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകൾക്കനുസരിച്ച് പോയില്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളോ ഒന്നും ഇല്ലല്ലോ. പള്ളിയിലും ചില കാര്യങ്ങളിൽ പള്ളിയിലെ വെയിൽ പാട്രിയാർക്ക്
ആണ്, ഹൈലി പാട്രിയാർക്ക് മൈൻഡ് സെറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ സ്ത്രീകൾക്ക് സ്ത്രീധനം തന്നെ കൊടുത്തിരുന്നില്ല. അച്ഛൻ്റെ സ്വത്തിൽ പിതൃസ്വത്തിൽ അവകാശമുണ്ടായിരുന്നില്ല. മേരി റോയ് അത് നിയമയുദ്ധം നടത്തിയതിന് ശേഷമാണ് അവർക്ക് പിതൃസ്വത്തിൽ അവകാശം കിട്ടിയിട്ടുള്ളത് തന്നെ. അവിടെ സ്ത്രീകൾ അവിടെ ഹോളി സർവീസ് നടക്കുന്ന സമയത്ത് സ്ത്രീ തലയിൽ തട്ടമിടണം, വെയിലിടണം എന്നൊരു ആചാരം അവർക്കുണ്ട്. പുരുഷന്മാർക്ക് അത് വേണ്ടതാനും. അപ്പോൾ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും കയറി ഇടപെടാൻ കോടതി അങ്ങനെ ഇടപെടുകയാണെങ്കിൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ 25 ഉറപ്പുവരുത്തുന്ന ചില സംഗതികളുണ്ടോ, ആ സംഗതികളുണ്ടല്ലോ, അതില്ലാതാവും. അതേസമയം ആർട്ടിക്കിൾ 14 പറയുന്നത് എല്ലാവരും, ആണും പെണ്ണും ട്രാൻസും എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിയാത്ത ആളൊന്നല്ലല്ലോ ജസ്റ്റിസ് BV നാഗരാജ എന്ന് പറഞ്ഞ ജസ്റ്റിസ്. അദ്ദേഹം വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നൊരു കക്ഷി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ റിലീജിയസ് ഒരു കമ്മ്യൂണൽ വയലൻസോ അല്ലെങ്കിൽ ഒരു അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട എന്ന് കരുതിയായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നൊരു വിധി അവിടെ യുവതികൾക്ക് കയറാം എന്നുള്ളത് വിധിക്കാൻ പാടില്ലായിരുന്നു. മുസ്ലിം പള്ളികളിൽ ഇപ്പോഴും മോസ്കിലേക്ക് ഇപ്പോഴും സ്ത്രീകളെ കയറ്റുന്നില്ല, അവർക്ക് പ്രവേശനമില്ല. ഇപ്പോൾ ചിലരൊക്കെ ചെറിയ രീതിയിലൊരു നവീകരണം, വേറെ റൂം ഒരു സൈഡൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവിടെ നടപ്പിലാക്കാൻ കോടതിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കോടതി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഒരുപോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ട് അത് ഭരണകൂടവും ഈ വിധിക്ക് അനുകൂലമായിരുന്നു. അന്ന് RSSകാരും ഈ വിധിയെ ഹാർദമായി സ്വീകരിച്ചിരുന്നു. അത് പിന്നെ കോൺഗ്രസ്സുകാരും ഈ വിധിയെ ഹാർദമായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം NSS ബഹളം വെച്ചപ്പോൾ മാത്രമാണ് ഇവരെല്ലാവരും ഞങ്ങളാരും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരല്ല എന്നുള്ള രീതിയിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി പ്രൊസഷനൊക്കെ സംഘടിപ്പിച്ചത്. അതുവരെ എല്ലാവരും കോടതി വിധിയെ മാനിക്കുന്നു. അപ്പോൾ ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് അത് എല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം നല്ലതല്ല നമുക്ക്. കോടതി ഇപ്പോഴും ഉന്നയിച്ച, അല്ലെങ്കിൽ കോടതി ഒരു സന്ദേഹം പറയുന്നില്ല, അല്ലെങ്കിൽ കോടതിയുടെ ഒരു സംശയമുണ്ട്, ഇവർ ഒരു ഡിവോട്ടിയാണോ, വിശ്വാസിയാണോ എന്ന്. കോടതി എന്താണ് വിശ്വാസമാപിനി? ഈ കോടതിയുടെ കയ്യിൽ വിശ്വാസമാപിനി ഉണ്ടോ? അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? എന്താണ് ഈ വിശ്വാസം അളക്കാനുള്ള സംഗതി? അപ്പോൾ കോടതി കുറച്ച് ആലോചിച്ചിട്ട് വേണ്ടേ വിധി പ്രസ്താവിക്കുന്നത് തന്നെ. വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സന്ദേഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ വളരെ അപഹാസ്യമാവുകയല്ലേ കോടതി ചെയ്യുന്നത്? ഒരു വിധി വരികയാണെങ്കിൽ ആ വിധി എല്ലാ കമ്മ്യൂണിറ്റീസിനും ഒരുപോലെ, പള്ളിയുടെ കാര്യങ്ങളിലും മോസ്കിൻ്റെ ഉള്ളിലെ കാര്യങ്ങളിലും ഒക്കെ കോടതി ആ നിയമം ഒരുപോലെ നടപ്പിലാക്കാൻ തയ്യാറാവണം. അതല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിന് മാത്രം വിധി നടപ്പിലാക്കുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ കമ്മ്യൂണിറ്റീസ് എന്ന് തന്നെ അപ്പം തന്നെ പറയണം. ഇത് മതേതര രാഷ്ട്രമാണ്, ഇവിടെ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്ന് നമുക്ക് ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾ പൂജ ചെയ്യാം, പുരുഷന്മാർക്കും പൂജ അനുഷ്ഠിക്കാം, മൊല്ലാക്കന്മാർക്ക് മാത്രമല്ല അവിടുത്തെ സ്ത്രീകൾക്കും അത് ചെയ്യാം എന്നൊക്കെ കോടതി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ മാത്രം കോടതിക്ക് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് കോടതി ചിരി വന്നു ഇന്നത് ചോദിച്ചപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ വളരെയധികം ചിരി വരികയാണ് ചെയ്തത്. അവർ ശരിയായ വിശ്വാസിയാണോ എന്നുള്ളത്.
ശരിയായ വിശ്വാസമാപിനി കോടതി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറ്റും, മനസ്സ് റീഡ് ചെയ്യാനായിട്ട്. അതൊന്നും ഈ അമ്പലത്തിൽ പോകുന്നവരൊക്കെ വിശ്വാസികളായിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും തമാശ അത് ഞാൻ ഡിവോട്ടിയാണ് അയ്യപ്പൻ്റെ വിശ്വസ്തയാണ്. അതുകൊണ്ട് ഞാനൊക്കെ കടുത്ത വ്രതം അനുഷ്ഠിച്ച് ശബരിമലയ്ക്ക് പോയിട്ടുള്ളതാണ്. അത് എൻ്റെ മാത്രം വിഷയമാണ്. ഞാനും ഭഗവാനുമായിട്ടുള്ള അയ്യപ്പനുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതേസമയം മറ്റവരെങ്ങനെ പോകുന്നു എന്നുള്ളത് ദൈവം കാണും. അപ്പോൾ NSS ആവട്ടെ മറ്റ് പലരാവട്ടെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർ വളരെ പരിശുദ്ധമായ ഒരു പാവനമായ ഇടത്തിൽ നിന്ന് ഇത്രയും അധികം സ്വർണം കട്ടപ്പോൾ അത് ഭഗവാൻ ഇഷ്ടപ്പെടുമോ? ഭഗവാന്റെ സ്വത്ത് പോലും കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെക്കുറിച്ച് അതിനേക്കാൾ നികൃഷ്ടമാണോ സ്ത്രീകൾ ഭഗവാനെ എന്ന് തോന്നുന്നുണ്ടോ? എനിക്കത് തോന്നില്ല. നമ്മൾ അനുഷ്ഠിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിശ്വാസികൾ ചെയ്യുന്നതിനോട് എന്ത് ചെയ്താലും അത് ദൈവം സർവശക്തനാണ്, അദ്ദേഹം കാണാതെ പോകുന്ന ഒന്നുമില്ല. പക്ഷെ കോടതിയുടെ ഈ ചോദ്യം എനിക്ക് വളരെ ആയി തോന്നി. കോടതി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ നേരത്തെ അത് ചിന്തിക്കാതെ പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്നത് ശരിയല്ല. കമ്മ്യൂണൽ വയലൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ തന്നെ. കേരളം എന്നൊരു സ്ഥലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ പലരുടെയും ശ്രമം കൊണ്ട് ഇങ്ങനെയൊക്കെയായി. നമുക്ക് കാലാകാലങ്ങളിൽ ഓരോ ആചാരങ്ങളും നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് സാധാരണ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് തന്നെ താഴെത്തട്ടിലുള്ള കീഴാളന്മാർക്ക് ഗുരുവായൂർ അമ്പലത്തിലും വൈക്കത്തൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ദീർഘകാല വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടന്നതിൻ്റെ ഫലമായി ഇന്ന് ഈഴവരും പറയരും എല്ലാവരും അവർണരും മുഴുവൻ ക്ഷേത്രങ്ങളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഈഴവൻ കഴകക്കാരനായി വന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്ത്രികളൊക്കെ ഇടഞ്ഞു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ട്. എത്രയോ പണ്ട് നടന്നിട്ടുള്ള പല ആചാരങ്ങളും നമ്മളിന്ന് ഫോളോ ചെയ്യുന്നു പോലുമില്ല. അത് നമ്മൾ എത്ര കണ്ട് മടിച്ചു നിന്നാലും അത് സ്വമേധയാ മാറുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ കോടതി ആണ് വിധി പ്രസ്താവിച്ചത്. ഏതോ 2 സ്ത്രീകൾ സംഘപരിവാറിൻ്റെ സ്ത്രീകളാണെന്ന് പറയുന്നു. എനിക്കത്ര കൃത്യമായ ധാരണയില്ല. അവരുടെ കൊടുത്ത ഒരു ഗ്രീവൻസിൻ്റെ പുറത്താണ് സുപ്രീം കോടതി ഇങ്ങനെ യുവതീ പ്രവേശനം ശബരിമലയിലാവാമെന്ന് പറഞ്ഞത്. ആ വിധിക്കനുസരിച്ച് 2 പെണ്ണുങ്ങൾ കയറിയപ്പോൾ അവർക്ക് മോബ് ലിഞ്ചിങ് ഉണ്ടായി. ഒരാൾക്ക് ബിന്ദു അമ്മിണി എന്ന സ്ത്രീക്ക് കേരളം തന്നെ വിടേണ്ടതായിട്ട് വരികയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുകയാണ്, അവർ വിശ്വാസിയായിരുന്നോ, വിശ്വാസത്തിൻ്റെ പുറത്താണോ അത് ആക്ടിവിസത്തിൻ്റെ ഭാഗമായാണോ കയറിയതെന്ന്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ചിരി വരുന്ന സംഗതിയായി. വിശ്വാസമാപിനി ഉണ്ടെങ്കിലേ ഇതൊക്കെ അളക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യൻ്റെ മൈൻഡ് റീഡിംഗ് ഒന്നും ഇവിടെ ഒരു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ അത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 25 അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഏതടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെ ചോദിച്ചത്? കോടതി അതിനു മുന്നേ അങ്ങനെ പ്രവേശനമാവാമെന്ന് എന്ന വിധി പ്രസ്താവിക്കരുതായിരുന്നു അങ്ങനെയാണെങ്കിൽ. നന്ദി, നമസ്കാരം.